ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എസ് പി വേഴ്സസ് ഹംസയാണ്. അപ്പോൾ ഇതിനകത്താണ് ഏതാണ് നല്ല പ്രൊഫൈൽ, അല്ലെങ്കിൽ ഏത് ടീമാണ് നല്ല പ്ലെയറിനെ സൈൻ ചെയ്തത്, കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആരായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം അത് പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മളിവരെ പ്രൊഫൈൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എസ് പിയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 അടി 4 ഇഞ്ച് ഹൈറ്റുള്ള ഒരു റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള പ്ലെയറാണ്. നമ്മളെ ജോസേലു ലോറൻ്റെ ടൈപ്പ് ഓഫ് പ്ലെയർ, അതായത് ഒരു പക്ക ട്രഡീഷണൽ മാൻ. പക്ഷേ ഇൻസൈഡ് പെനാൽറ്റി ബോക്സ് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആശാന്റെ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം നല്ല ക്രോസുകൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ഏരിയലി സ്ട്രോങ് ആണ്. അതുപോലെ ഫിസിക്കാലിറ്റി ഉണ്ട്. പിന്നെ ഓൾഡർ പ്ലേ അടിപൊളിയാണ്. അത്യാവശ്യം മോശമില്ലാത്ത ഫിനിഷിംഗ് ഉള്ള പ്ലെയർ ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സീസണിൽ ലെവന്റയുടെ കൂടെ 13 സ്റ്റാർട്ടിലെങ്ങാൻ 11 ഗോൾ ആശാൻ അടിച്ചിട്ടുണ്ട്. അതും പെനാൽറ്റി ഗോൾസ് ഒന്നും അല്ല. അവിടെയാണ് റയൽ മാഡ്രിഡ് ഒത്തിരി ഇംപ്രസ്ഡ് ആയിട്ടുള്ളതും പുള്ളിനെ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഇപ്പം സൈൻ ചെയ്തിട്ടുള്ളതും. പിന്നെ ഓഫ് കോഴ്സ് ആശാന് വീക്ക്നെസ് ഉണ്ട്. വീക്ക്നെസ് എന്ന് പറയുമ്പം പുള്ളി ക്രിയേറ്റിവിറ്റി വൈസ് കുറച്ച് സീനാണ്. അതായത് നമ്മുടെ വിങ്ങേഴ്സിൻ്റെ അടുത്തുനിന്നും മിഡ്ഫീൽഡേഴ്സിൻ്റെ അടുത്തുനിന്നുള്ള സപ്ലൈ കട്ടായി കഴിഞ്ഞെങ്കിൽ ആശാൻ സ്ട്രഗിൾ ചെയ്യുന്ന പറയുന്നത്. അതുപോലെ ആശാൻ പാസ് കുറച്ച് ഇമ്പ്രൂവ്ഡ് ആവാനുണ്ട്. അതുപോലെ പറയുന്ന ഒരു കേസാണ് 1-on-1 പുള്ളി കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ അംസയുടെ കാര്യം പറയുകയാണെങ്കിൽ, അംസ ഇപ്പോൾ ഇതുപോലെ ഒരു 6 അടി ഹൈറ്റുള്ള റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഒരു മോഡേൺ മൊബൈൽ നമ്പർ 9 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അൽവാരസിന്റെ ഒക്കെ ഒരു സിമിലർ ടൈപ്പ് ഓഫ് പ്രൊഫൈലാണ്. അപ്പം അംസയുടെ കാര്യം, അംസയുടെ ഒരു പോസിറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, അംസ അത്യാവശ്യം നന്നായിട്ട് പ്രസ് ചെയ്യുന്ന പ്ലെയർ ആണ്. അതുപോലെ അത്യാവശ്യം സ്പേസ് അറ്റാക്ക് ചെയ്യുന്ന പ്ലെയർ ആണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറം അത്യാവശ്യം നന്നായിട്ട് ഫുട്ബോളിംഗ് ഐക്യു ഉള്ള ഒരു പ്ലെയർ ആണ്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്കൊരു റൊണാൾഡോ മെസ്സി കമ്പാരിസൺ വരുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, ബിറ്റ്വീൻ എസ് പി ആൻഡ് ഹംസ. പക്ഷേ ആ ലെവലല്ല, ഓഫ് കോഴ്സ് ആ ലെവലല്ല. പക്ഷേ അവർ രണ്ടുപേരും പ്ലേയിങ് സ്റ്റൈല് ഞാൻ ഉദ്ദേശിക്കുന്നത്. റൊണാൾഡോ കളിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രൊഫൈലാണ് എസ് പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെസ്സിയുടെ ഒരു വേറൊരു വെർഷൻ പ്രൊഫൈലാണ് ഹംസ എന്ന് പറയുന്നത്. ഇനിയിപ്പം ഹംസയുടെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, പുള്ളി ഏരിയലി കുറച്ച് സ്ട്രോങ് ആണ്, ഫിസിക്കാലിറ്റി കുറച്ച് സീനാണ്. അതുപോലെ തന്നെ സീനിയർ ഗ്യാപ്സ്, ഇപ്പോൾ എസ് പിക്ക് ആണെങ്കിൽ ഒരുപാട് സീനിയർ ഗ്യാപ്സ് കഴിഞ്ഞ സീസണിൽ ലാലിഗയിൽ ലെവൻ്റെയുടെ കൂട്ടി കിട്ടിയിട്ടുണ്ട്. ഹംസയ്ക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പോഷറും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ള ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഏത് സൈനിങ് ആണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ, ആരാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങനെ ഇപ്പം എനിക്ക് പറയാൻ പറ്റും തോന്നുന്നില്ല. കാര്യം ബാർസയ്ക്ക് വേണ്ട പ്രൊഫൈലാണ് ബാർസ സൈൻ ചെയ്തത് ഹംസയിലൂടെ. അതുപോലെ തന്നെ റയലിന് വേണ്ട പ്രൊഫൈലാണ് എസ് പി. ആ കാര്യം ഒരു ഇൻസൈഡ് പെനാൽറ്റി ബോക്സ് സ്ട്രൈക്കർ ട്രഡീഷണൽ നമ്പർ 9 അതാണ് റയലിന് വേണ്ടത്. അതാണ് എസ് പിയിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഹംസയുടെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം ആ മൊബൈൽ ആയിട്ടുള്ള മോഡേൺ മൊബൈൽ നമ്പർ 9 എന്ന് പറയുമ്പോൾ ഒരു ആൽവാരസ് ടൈപ്പ് പ്രൊഫൈൽ, അതാണ് ബാർസയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ സീസണിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മിക്കവാറും എസ് പി ആയിരിക്കും. കാര്യം എസ് പി ഒരു ചാൻസുകൾ ഹംസേനെ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടീമിൽ തന്നെ റയൽ മാഡ്രിഡ് എസ് പിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്, ഒരു സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട്. അപ്പം കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എസ് പി ആയിരിക്കും. ആ ഒരു സെൻസിൽ എസ് പി ഒരു ബെറ്റർ സൈനിങ് ആണ് ഈ സീസണിന് മാത്രം നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ ഹംസന്റെ കേസ് പറയുമ്പോൾ ഹംസ ഒരു ഫ്യൂച്ചർ പ്രൊഡക്റ്റ് ആവാനാണ് സാധ്യത. കാര്യം ഈ സീസണിൽ ബാർസ നല്ലൊരു പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഹംസനെ മിക്കവാറും, നല്ലൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഹംസനെ മിക്കവാറും ലോൺ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മെസ്സി റൊണാൾഡോ കമ്പാരിസൺ, ഇവർ രണ്ടുപേരും അവരവരുടെ ടീമിൽ അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നു കഴിഞ്ഞെങ്കിൽ, ഇപ്പോഴുള്ള സ്ട്രൈക്കേഴ്സൊക്കെ മാറി ഇൻ ദ ഫ്യൂച്ചറിൽ ഇവരൊരു ഒരു ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറായിട്ട് മാറിക്കഴിഞ്ഞെങ്കിൽ നമുക്കൊരു മെസ്സി റൊണാൾഡോ ഡിബാറ്റൊക്കെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത്രയും സീലിംഗ് ഉള്ള രണ്ട് പ്ലെയേഴ്സ് ആണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഗൈസ്, നിങ്ങളെ ഒപ്പീനിയൻ പ്ലീസ് ഡു മെൻഷൻ ദ കമൻറ്റ്സ്. നിങ്ങളുടെ കമൻറ്റ്സ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും തരിക. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.